ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇരിക്കൂർ നിയോജക മണ്ഡലം കർഷക സംഗമത്തിന്റെ ഭാഗമായി ഉളിക്കൽ ടൗൺ ചുറ്റി വിളംബര ജാഥ സംഘടിപ്പിച്ചു. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ കർഷകരുടെ വലിയൊരു സംഗമം അഗ്രി ഫെസ്റ്റ് 25 എന്ന പേരിൽ ബഹുമാനപ്പെട്ട MLA മുൻകൈയെടുത്ത് നടത്തുന്ന പരിപാടി നാളെയും തുടർന്നുള്ള 2 ദിവസങ്ങളിൽ 14, 15, 16 തീയതികളിൽ ആലക്കോട് നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി സിമ്പോസിയങ്ങൾ, കൃഷിയിടങ്ങളുടെ പരിശോധന, അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, വിൽപ്പന സ്റ്റാളുകൾ, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന കർഷക അദാലത്ത്, സമാപനത്തോടനുബന്ധിച്ച് നൂറുകണക്കിന് കർഷകർ പങ്കെടുക്കുന്ന കർഷക റാലി അടക്കമുള്ള വളരെ വിപുലമായിട്ടുള്ള പരിപാടിയാണ് അഗ്രി ഫെസ്റ്റിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ പരിപാടിയുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള വിളംബര ജാഥയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ പരിപാടി ഒരു കാർഷിക മേഖലയായിട്ടുള്ള നമ്മളെ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് 8 ഗ്രാമപഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾക്കൊള്ളുന്ന ഈ മലയോര മേഖലയ്ക്ക്, കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്ന ഒരു പരിപാടിയായി ഇത് തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യം, അതുപോലെ കൃഷി വകുപ്പിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരുടെയും സയൻറ്റിസ്റ്റുകളുടെയും ഒക്കെ സാന്നിധ്യം, കൃഷിയിടങ്ങൾ പരിശോധിച്ച് കാർഷിക മേഖലയ്ക്ക് വേണ്ട പുത്തൻ നിർദ്ദേശങ്ങൾ നൽകുന്ന സിമ്പോസിയങ്ങളും ചർച്ചകളും അടക്കം ഒരു പുതിയ ഉണർവ് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഉണ്ടാകുമെന്ന് കരുതുകയാണ്. ഈ പരിപാടി വിജയിപ്പിക്കാൻ മുഴുവൻ കർഷകരുടെയും പിന്തുണയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല, MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.